ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചുവന്ന ചട്നി എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 3-4 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ പകുതി വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നാളികേരെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 1/2 കപ്പ് വെള്ളം മുഴുവനായി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2-3 വറ്റൽമുളകൊന്ന് നടുവേ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളകെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ ചൂടിലിരുന്നിട്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ ഈ ചട്നി ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോരുത്. അപ്പോൾ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നല്ല ചുവന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങ ചട്നി റെഡിയായി. അപ്പോൾ ഞാനിതിന് മുമ്പ് പച്ചമുളക് അരച്ചിട്ടുള്ള തേങ്ങ ചട്നിയുടെയും പിന്നെ നാളികേരമൊന്നും ചേർക്കാത്ത ഒരു ചട്നിയുടെയും റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.